ഞാൻ എപ്പോഴും പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ബി എ റെസ്പോൺസിബിൾ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയാറുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിക്ക് ചിലതൊക്കെ തിരിച്ചു കൊടുക്കണം. അതായത് ആ ഇൻഡസ്ട്രി എഡ്യൂക്കേറ്റ് ചെയ്യണം, ആ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടി വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക. അത് പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഷാൻ ആയാൽ അറിയാലോ, പുള്ളി പോഡ്കാസ്റ്റുകളിലൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു ഇ കോമേഴ്സ് കൾച്ചർ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങി ഏകദേശം ആയി. നല്ലൊരു ആളുകൾ ഒരുപാട് പേര് അതിന് ഇ കോമേഴ്സ് എന്താണ്, DTC ഇ കോമേഴ്സ് എന്താണെന്ന് അറിയുന്നുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ബിസിനസ്സുകാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പല ആളുകളും അതിന് തയ്യാറാവുന്നില്ല, കണ്ടിട്ടില്ലേ? പക്ഷെ യങ് ജനറേഷൻ ഒരു പരിധി വരെ അതിനോടൊരു പ്രോ ആറ്റിറ്റ്യൂഡാണ്. ചില ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ലാതായി പോകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഓപ്പോസിറ്റ് അറിയാന്നുള്ള കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ നോളജ് ഇൻക്രീസ് ആവും. അവിടെ ഒരു എന്താ പറയാ, ഒരു നോളജ് ഷെയറിംഗ് നടക്കും. അത് മാത്രമല്ല, ചില ആളുകൾക്ക് അവയർനെസ് ഇതിനെപ്പറ്റി അറിയെങ്കിൽ അവർ ആ ഫീൽഡിലേക്ക് വരാനുള്ളൊരു താല്പര്യം കൂടും.